Hi all, I am Sagarika. My topic is Principal Component Analysis. Dimension Reduction. Dimension reduction എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാ സെറ്റിനെ ഡയമെൻഷൻസ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് ഡയമെൻഷൻ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ it ensures that the converted data set conveys similar information concisely. നമ്മളെ കയ്യിൽ ഒരുപാട് വാല്യൂസ് ഉള്ള ഡാറ്റാ സെറ്റ് ഉണ്ടെങ്കിൽ ചില വാല്യൂസ് ഒരേ രീതിയിൽ കോറിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതിനെ റെഡ്യൂസ് ചെയ്താൽ ഡാറ്റാ സെറ്റിന്റെ ഡയമെൻഷനെ കുറച്ചിട്ട് വോളിയത്തിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ഫർദർ അനാലിസിസിന് ഇമ്പോർട്ടന്റ് ആണ്. ഫർദർ അനാലിസിസ് ഈസി ആക്കുകയോടെ ചെയ്യും. അതിനാണ് ഡയമെൻഷൻ റിഡക്ഷൻ യൂസ് ആക്കുന്നത്. ഡാറ്റാ സെറ്റിനെ ഗ്രാഫ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിൽ രണ്ട് ഡയമെൻഷൻ ഉണ്ട്, h1 and h2. h1 represent the measurement of several objects in centimeter. h2 represent the measurement of several objects in inches. അതാണ് ഡാറ്റാ സെറ്റിൽ തന്നിട്ടുള്ളത്. സോ എന്തെങ്കിലും ഒന്നിനെ നമുക്ക് വെറുതെ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഏതെങ്കിലും ഒരു അൽഗോരിതം ബേസിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഡയമെൻഷൻ റിഡക്ഷൻ. h1 h2 ഒരു പുതിയ ഡയമെൻഷനെ സെറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഡാറ്റ അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറ്റും. Dimension reduction technique. Two popular and well-known dimension reduction techniques are principal component analysis (PCA), Fisher linear discriminant analysis (LDA). Principal component analysis is an unsupervised learning algorithm that is used for the dimensionality reduction in machine learning. Machine learning the dimensionality reduction use ചെയ്യാൻ വേണ്ടിയിട്ടുള്ള unsupervised learning algorithm ആണ് principal component analysis. It is statistical process that convert the observation of correlated feature into a set of linearly uncorrelated feature with the help of orthogonal transformation. ഇതിന് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് orthogonal transformation. PCA work by considering the variance of each attribute because the high attribute shows the good split between the classes and hence it reduces dimensionality. ഇതിൽ വരുന്ന മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ആണ് വേരിയൻസ് എടുക്കുന്നുണ്ട്, കോവേരിയൻസ് എടുക്കുന്നുണ്ട്, ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ ഫാക്ടേഴ്സ്. PCA algorithm. The steps involved in PCA algorithm are as follows. Step 1, get data. Step 2, compute the mean vector. Step 3, subtract mean from the given data. Step 4, calculate the covariance matrix. Step 5, calculate the eigenvector and eigenvalue of the covariance matrix. Step 6, choosing components and forming a feature vector. Step 7, deriving the new data set. അതായത് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. കൺസിഡർ ദി ടു ഡയമെൻഷണൽ പാറ്റേൺ. സബ്ജക്റ്റ് ഉണ്ട്, അതായത് പ്രിൻസിപ്പൽ കോമ്പണന്റ് കണ്ടുപിടിക്കാം യൂസിങ് PCA അൽഗോരിതം. സ്റ്റെപ്പ് 1, ഗെറ്റ് ഡാറ്റ. ഡാറ്റാസ് ആണ് h1, h2, h3, h4, h5, h6, h1 equal to 21, h2, 35, h3, 43, h4, 5,6, h5, 6,7, h6, 7,8. ഇതിനെ നമ്മൾ ഒരു മെട്രിക്സ് രൂപത്തിൽ എഴുതിയതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് മീൻ വെക്ടർ ആണ്. മീൻ വെക്ടർ എന്ന് പറയുന്നത് എക്സ് വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. എക്സ് വാല്യൂ എന്ന് പറയുന്നത് 2, 3, 4, 5, 6, 7. y എന്ന് പറയുന്നത് 1, 5, 3, 6, 7, 8. ഇതിൽ 2 plus 3 plus 4 plus 5 plus 6 plus 7 divided by 6. എക്സിന്റെ മീൻ കണ്ടു. അതുമാതിരി വൈൻ്റെത് 1 plus 5 plus 3 plus 6 plus 7 plus 8 divided by 6. അങ്ങനെ രണ്ട് മീൻ വാല്യൂ കിട്ടുന്ന മീൻ വെക്ടർ എന്ന് പറയുന്നത് 4.5 എന്ന് പറയുന്നത് എക്സിൻ്റെത്, വൈൻ്റെത് 5. അതിൽ നമ്മളൊരു മെട്രിക്സ് രൂപത്തിൽ എഴുതിയതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് 3, subtract mean vector from the given feature vector. നമുക്കറിയാം മീൻ വെക്ടർ എന്ന് പറയുന്നത് 4.5 ഉം 5 ഉം ആണ്. From the given feature vector, ഇതിൽ ഓരോന്നിനെയും നമ്മൾ മീൻ വെക്ടർ ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 2 minus 4.5, 1 minus 5, അങ്ങനെ 3 minus 4.5, 5 minus 5, അങ്ങനെ h6 minus mu, അതായത് 7 minus 4.5, 8 minus 5 അതുവരെ ചെയ്യുക.
അങ്ങനെ 6 വാല്യൂസിനെ നമ്മൾ മീൻ വെക്ടർ ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഫീച്ചർ വെക്ടർ കിട്ടും, അതായത് xi. അതാണ് ഇവിടെ കാണുന്നത് സ്റ്റെപ്പ് 3. Calculate the covariance matrix. Covariance matrix is given by xi minus mu into xi minus mu the transpose divided by n. അങ്ങനെ ഓരോന്നിന്റെയും covariance matrix കാണേണ്ടതായിട്ടുണ്ട്. 6 values ഉണ്ട്, അതിന്റെ ഓരോ എലമെന്റ്സിന്റെയും covariance matrix കാണണം. ഇതാണ് ഫസ്റ്റത്തെ മെട്രിക്സ്, -2.5 -4. അതിന്റെ ട്രാൻസ്പോസ് എടുത്തു, -2.5 -4. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 2/2 മെട്രിക്സ് ആണ്. അങ്ങനെ നമ്മൾ 6 മെട്രിക്സിൻ്റെതും, അതായത് x മൈനസ് മ്യൂ ഇൻറ്റു x മൈനസ് മ്യൂവിന്റെ ട്രാൻസ്പോസ്, അങ്ങനെ 6 എണ്ണത്തിൻ്റെതും കാണണം. M3, M4, M5, M6 അങ്ങനെ ഓരോന്നിൻ്റെതായും കാണുക. അപ്പൊ അങ്ങനെ ഓരോന്നിനെയും കാണുമ്പോഴത്തേനും നമുക്ക് ഒരു 2/2 മെട്രിക്സ് ആണ് കിട്ടുന്നത്. കൊവാരിയൻസ് മാട്രിക്സ് ഈക്വൽ ടു, നമുക്കിപ്പോ 6 എണ്ണാണല്ലോ കിട്ടിയിട്ടുള്ളത്, അപ്പോൾ ഓരോന്നും അതായത് M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് M4 പ്ലസ് M5 പ്ലസ് M6 ഡിവൈഡ് ബൈ 6. അപ്പൊ നമുക്ക് കൊവാരിയൻസ് മാട്രിക്സ് ഈക്വൽ ടു 1/6 ഓഫ് മെട്രിക്സ് 17.5, 22, 22, 34 അങ്ങനെ കിട്ടും. അപ്പൊ ഇങ്ങനെ ഓരോന്നിനെയും 1/6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 2.92, 3.67, 3.67, 5.67 കിട്ടും. 5. Calculate the eigenvalues and eigenvector of the covariance matrix. Lambda is an eigenvalue for a matrix M if it is a solution of a characteristic equation determinant of M minus lambda I equal to 0. So we have determinant of 2.92, 3.67, 3.67, 5.67 minus lambda I. Here ഇവിടെ 2/2 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ 2.92 minus lambda, 3.67, 3.67, 5.67 minus lambda equal to 0. From here 2.92 minus lambda, 5.67 minus lambda minus 3.67 into 3.67 equal to 0. 16.56 minus 2.92 lambda minus 5.67 lambda plus lambda 2 minus 13.47 equal to 0. Solving the quadratic equation. Here we get the quadratic equation 2 minus 8.59 lambda plus 3.09 equal to 0. Then we get lambda equal to 8.22, 0.38. Thus, two eigenvalues are lambda 1 equal to 8.22, lambda 2 equal to 0.38. Here, second eigenvalue is very small compared to the first eigenvalue. Then the second eigenvalue can be left out. Eigenvector corresponding to the greatest eigenvalue is principal component for the given data set. So we find the eigenvector corresponding to eigenvalue lambda I. We use the following equation to find the eigenvector Mx equal to lambda x, where M equal to covariance matrix, x equal to eigenvector, lambda equal to eigenvalue. Substituting the values in the above equation, we get matrix 2.92, 3.67, 3.67, 5.67, h1, h2 equal to 8.22, h1, h2. Solving this, we get 2.92 into 1 plus 3.67 into 2 equal to 8.22 into 1. Simplification, we get 5.3 into 1 equal to 3.67 into 2. This is equation 1. 3.67 into 1 equal to 2.55 into 2, equation 2. From equation 1 and 2, h1 equal to 0.69 into 2. From equation 2, the eigenvector is h1, h2 equal to 2.55, 3.67. Principal component for the given data set is h1, h2 equal to 2.55, 3.67.